ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട്സ് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഐസ്ക്രീമിന് പകരം ഈ ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് അളവിലാണ്, വലിയൊരു കപ്പ് അളവിലാണ് ഞാൻ പാല് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള കസ്റ്റാർഡ് ഒന്ന് തയ്യാറാക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കാച്ചിയ പാലല്ല ചേർത്ത് കൊടുത്തിരിക്കുന്നത്, സാധാ പച്ചപ്പാലുണ്ടല്ലോ, നമ്മൾ ചൂടാകാൻ വേണ്ടി വെച്ചിരുന്ന പാലിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം മധുരം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 2 തവി പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിളച്ച് വന്നിട്ടില്ല കേട്ടോ, തിളയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് സേമിയ നെയ്യിലൊന്ന് വറുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ കസ്റ്റാർഡ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സേമിയ ചേർത്തൊന്നും ഉണ്ടാക്കാറില്ല. നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം സേമിയയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ, ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്കെപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ സേമിയ ചേർത്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ സേമിയയൊക്കെ ചേർത്ത് നന്നായിട്ട് വെന്തതിന് ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുത്തോണം, അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകി അങ്ങ് കട്ട പോലെയാകും. തീ നന്നായിട്ട് കുറച്ചിടുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ തന്നെ കണ്ടോ, നല്ലതുപോലെ അങ്ങ് കുറുകി വന്നു. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് തയ്യാറാക്കി വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ചൂട് നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ചൂട് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി. ഞാൻ ഈ ഒരു ബൗളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ ചൂടുണ്ട്, നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഇത്രയും ഫ്രൂട്ട്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ആപ്പിള്, കുറച്ച് മാതളം, പിന്നെ കുറച്ച് പഴം, ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയേ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കൊണ്ട് ഇതൊരു അല്പം കൂടി നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങി നല്ല കറക്റ്റ് ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ അതുപോലെ അല്ലെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്